നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു കണ്ണൂർ സിംഹം കെ സുധാകരൻ. CPM-നെതിരെ നിരന്തരം സമരം നടത്തുന്ന, യുദ്ധം നടത്തുന്ന, ചെറുത്തു നിൽക്കുന്ന, കണ്ണൂരിൽ CPM-നോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏക നേതാവാണ് കെ സുധാകരൻ. മറ്റു നേതാക്കളൊക്കെ ഓടിയൊളിക്കുമ്പോഴും സുധാകരൻ നെഞ്ചു വിരിച്ചു നിൽക്കുമെന്ന് CPM-ന് അറിയാമായിരുന്നു. സുധാകരനെ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു എന്ന പ്രതീതി ഉണ്ടായതോടെ സുധാകരൻ രംഗത്ത് വരുമെന്നും UDF-ന്റെ ഭരണസാധ്യത ഇല്ലാതാകുമെന്നും പിണറായി അടക്കമുള്ളവർ സ്വപ്നം കണ്ടു. പക്ഷെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ സുധാകരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. പിണറായിയുടെ മൂന്നാം ഭരണം വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന ഒരു കമന്റ് പറഞ്ഞതൊഴിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയില്ല. ഈ പിണറായി ഭരണം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുധാകരൻ പിന്മാറിയതോടെ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് CPM-നാണ്. CPM സുധാകരൻ വിഷയം ചാനലുകൾ മൂപ്പിക്കുമ്പോൾ ആഹ്ലാദിച്ചിരുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവാതെ പോയി. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തത് അയ്യപ്പന്റെ പൊന്നുകെട്ട CPM നേതാക്കളെ കുറിച്ചുള്ള സങ്കടങ്ങളായിരുന്നു. എന്നാൽ ഇക്കുറി അത്തരം ഒരു ചർച്ചയും വരുന്നില്ല. ചർച്ച മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ സുധാകരനിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിലുമാണ്. പൊടുന്നനെ അതൊക്കെ നനച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമാണ് CPM-ന്. CPM ആശങ്കപ്പെടുന്നത് അവർക്ക് അടിത്തറയുടെ പലയിടങ്ങളിലും അവരുടെ അടിത്തറ ഇളകുന്ന തരത്തിലുള്ള പല ചലനങ്ങളും അവർ തിരിച്ചറിയുന്നു. പിണറായി വിജയന് തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള CPM വിരുദ്ധമെന്ന് അവകാശപ്പെടുന്ന ഒരു ചാനലിൽ പോയി അഭിമുഖം നൽകി തന്റെ പ്രവർത്തികളെ ന്യായീകരിക്കേണ്ട സുധാകരനെയും TK ഗോവിന്ദനെയും ഒക്കെ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടു. കണ്ണൂരിലെ ഒരു പ്രാദേശിക നേതാവായ TK ഗോവിന്ദനെ പിണറായി വിജയൻ പരിഗണിക്കാറേയില്ല, സാധാരണഗതിക്ക് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു. കാരണം CPM-ന് കോട്ടകൾ ഇളകുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരിക്കലും ഇതിനു മുമ്പ് CPM-ന് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. പല CPM നേതാക്കളും മുൻ MLA-മാരും സിറ്റിംഗ് MLA-യും ഒക്കെ BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികളെ രംഗത്ത് വരുന്നു. ഇത് വളരെ വലിയ പ്രതിസന്ധിയാണ് CPM-ന് സൃഷ്ടിക്കുന്നത്. വടക്കും തെക്കും CPM-ന് ശക്തമായ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കോട്ട കണ്ണൂരാണ്, രണ്ടാമത് ആലപ്പുഴയാണ്. ഈ കണ്ണൂരും ആലപ്പുഴയിലും ഉണ്ടായിരിക്കുന്ന ചലനങ്ങൾ പിണറായിയുടെ ഉറക്കം കെടുത്തുന്നതാണ്. നമ്മൾ ആലപ്പുഴയിലേക്ക് വരിക. കണ്ണൂർ കഴിഞ്ഞാൽ CPM-ന് ഏറ്റവും അടിത്തറയുള്ള മണ്ഡലം ആലപ്പുഴയിൽ ഇക്കുറി ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിച്ചതൊഴിച്ചാൽ ഈ ആലപ്പുഴയിൽ ഒരു മണ്ഡലം പോലും CPM-ന് കൈവിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ചെങ്ങന്നൂർ ഒഴികെ ഒരുമാതിരിപ്പെട്ട എല്ലാ മണ്ഡലത്തിനും ഭീഷണിയുണ്ട്. അതിന് കാരണമായി മാറുന്നത് സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതാണ്. സുധാകരന്റെ വരവ് സഖാക്കൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്നും വർഗവഞ്ചകൻ എന്ന പ്രചരണം ഏക്കുന്നില്ലെന്നും CPM തിരിച്ചറിയുന്നു. സുധാകരൻ ജയിക്കുക മാത്രമല്ല, സുധാകരന്റെ സ്വാധീനത്താൽ കായംകുളം അടക്കമുള്ള പല മണ്ഡലങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടായേക്കും. ഒരു തോമസ് എന്ന് പറയുന്ന ആരും അറിയാത്ത ഒരു KC-കാരനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. പക്ഷേ അത്ര നിസ്സാരക്കാരനായി കാണാൻ കഴിയില്ല. ഈ തോമസിനെ ആയിരുന്നു പിണറായിയുടെ ഗൺമാൻ ഒരു അനിൽകുമാർ യൂണിഫോം പോലും ധരിക്കാതെ ചൂരൽ വടി കൊണ്ട് അടിച്ച് പുറം പൊളിച്ചത് എല്ലാവരും കണ്ടതാണ്. അതിനോടുള്ള ഒരു പ്രതിഷേധ സൂചകമായി ഈ തോമസിന് സീറ്റ് കൊടുക്കുകയാണ്. ഈ തോമസ് അവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിനൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ചലനം ഉണ്ടാക്കി പോയത്. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിലൊക്കെ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഒരു വശത്ത് BJP-യും മറുവശത്ത് കോൺഗ്രസും ഇത്രയും ശക്തമായ രംഗത്ത് വരുമ്പോൾ ആലപ്പുഴ ഇളകും എന്ന ഭയം CPM-നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലുമുണ്ട്. ഉദാഹരണത്തിന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയും കയ്യൂരും ഒക്കെയുള്ള CPM-ന് ഏറ്റവും നിർണായകമായ, ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ കൊണ്ടിട്ടപ്പോൾ പലരും പരിഹസിച്ചു. എന്നാൽ തൃക്കരിപ്പൂരിൽ വലിയ മുന്നേറ്റമാണ് സന്ദീപ് വാര്യർ ഉണ്ടാക്കുന്നത്. സന്ദീപ് വാര്യർ ഇന്നലെ തൃക്കരിപ്പൂരിൽ എത്തിയപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ എത്തിയത്. അവരുടെയൊക്കെ സ്നേഹവും പരിഗണനയും CPM-നെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും തൃക്കരിപ്പൂർ CPM-ന് നഷ്ടപ്പെട്ടിട്ടില്ല. EMS-ഉം EK നായനാരും ഒക്കെ മത്സരിച്ച് ജയിച്ച മണ്ണാണ്. CPM-ന്റെ രക്താഭിമാനം നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് തൃക്കരിപ്പൂർ. പക്ഷേ തൃക്കരിപ്പൂരിൽ ആദ്യമായി UDF-ന് ഒരു നല്ല സ്ഥാനാർത്ഥിയെ കിട്ടിയെന്ന ഫീലാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കുള്ളത്. ഒരു എതിരഭിപ്രായവുമില്ല. സകലരും ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ കണ്ട സ്വീകരണത്തിന്റെ ഒരു മാധുര്യം തന്നെ CPM-ന് ഉറക്കം കെടുത്തുന്നതാണ്. ഇത്തരത്തിൽ ഒറ്റതിരിഞ്ഞ് പലയിടങ്ങളിലും വലിയ ചലനങ്ങൾ സംഭവിക്കുന്നു എന്നത് CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഗണേഷ് കുമാറിന്റെ സ്വന്തം പത്തനാപുരത്ത് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലയിടങ്ങളിലും CPM ഉറച്ചു വിശ്വസിച്ചിരുന്ന മണ്ഡലങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവും. എന്തിനേറെ പിണറായിയുടെ മരുമകൻ മത്സരിക്കുന്ന ബേപ്പൂർ എന്നത് CPM-ന്റെ സ്വന്തം കോട്ടയാണ്. ബേപ്പൂരിൽ PV അൻവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും മുന്നേറ്റം ഉണ്ടാകുമ്പോഴും CPM-ന് ഏറ്റവും അധികം ഉറക്കം കെടുന്നത് കണ്ണൂരിനെ ഓർത്താണ്. ഒരിക്കലും CPM-ന് നഷ്ടമാവില്ല എന്ന് കരുതുന്ന രണ്ട് മണ്ഡലങ്ങൾ,
ഇപ്പോഴും CPM-ന് ആത്മവിശ്വാസമുണ്ട് കിട്ടുമെന്ന്. പക്ഷേ അവിടുത്തെ അടിത്തറയിൽ ഉണ്ടായിരിക്കുന്ന ചലനം CPM-ന് ഉറക്കം കെടുത്തുന്നുണ്ട്. ഒരിക്കൽ പോലും UDF സ്ഥാനാർത്ഥികൾ അവർ നല്ല സ്ഥാനാർത്ഥികളെ പോലും നിർത്തില്ല. അവിടെ മത്സരിക്കാൻ ആളില്ലാത്ത 2 മണ്ഡലങ്ങൾ, പയ്യന്നൂരും തളിപ്പറമ്പും. ഈ 2 മണ്ഡലങ്ങളിൽ UDF ആരെയെങ്കിലും ഒക്കെ മത്സരിപ്പിക്കുക. പലപ്പോഴും ഈ 2 മണ്ഡലങ്ങൾ UDF ഘടകകക്ഷികൾക്ക് കൊടുക്കും. അതായത് അവിടെ ഒരു വോട്ടർമാർ പോലും ഇല്ലാത്ത കേരള കോൺഗ്രസിനൊക്കെയാണ് കൊടുക്കുന്നത്. കേരള കോൺഗ്രസിന് എപ്പോഴും സീറ്റ് തികയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സീറ്റാണ് ഈ തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, പയ്യന്നൂർ മുതലായ ഇടങ്ങൾ. ഇക്കുറി നോക്കൂ, കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാടാണ്. അവിടെയും ഒറ്റ കേരള കോൺഗ്രസ്സുകാരില്ല. പക്ഷെ എന്നിട്ടും കേരള കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നത് അവിടെ രക്ഷപ്പെടില്ല എന്ന വിശ്വാസത്തിൽ. അവിടെയാണ് ഇപ്പോൾ വലിയ ചലനം ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പിലെ കാര്യം ഓർക്കുക, ഏതാണ്ട് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ CPM ജയിച്ചുകൊണ്ടിരുന്നത്. MV ഗോവിന്ദൻ വന്നപ്പോൾ ആ ഭൂരിപക്ഷം പകുതിയായി, 28ആയി കുറഞ്ഞു. ഇപ്പോഴിതാ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള സ്ഥാനാർത്ഥിയാകുമ്പോൾ തോൽവി ഭയം അവരെ ബാധിക്കുകയാണ്. KT ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം CPM വൃത്തങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. അധികാരമോഹമില്ലാത്തൊരു പാർട്ടിക്കാരനായിരുന്നു. 60 വർഷമായി CPM-ന് വേണ്ടി ജീവൻ മാറ്റിവെച്ച ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അധികാരമോഹം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും അധികാരത്തിന്റെ ഫോർമുലയിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഈ 75-ാമത്തെ വയസ്സിൽ MLA ആകുന്ന അധികാരമോഹം കൊണ്ടല്ല, അതൊരു പ്രതിഷേധം കൊണ്ടാണ്. അദ്ദേഹത്തിന് MLA ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, MLA ആകുമെന്ന് വിശ്വാസവുമില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ച് തന്റെ മനസാക്ഷിയോട് സത്യസന്ധത പുലർത്താൻ രംഗത്തിറങ്ങുമ്പോൾ, അതിശക്തമായ നിലപാടോടുകൂടി രംഗത്തിറങ്ങുമ്പോൾ വലിയ ഒരു തിരിച്ചടി ധാർമ്മികമായി CPM ലഭിക്കുകയാണ്. കാരണം മറുഭാഗത്ത് CPM-ലെ ഒരു നല്ല നേതാവല്ല PK ശ്യാമള എന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയാണ്. പാർട്ടി സെക്രട്ടറി ഭാര്യയ്ക്ക് വേണ്ടി പാർട്ടി സീറ്റ് കൊടുക്കുമ്പോൾ, ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ചൊരു സഖാവ് രംഗത്തിറങ്ങുമ്പോൾ പാർട്ടിക്കാർക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു വികാരമുണ്ട്. ഇത് CPM-നെ ഭയപ്പെടുത്തുന്നുണ്ടായി. അവർ ഒരിക്കലും കരുതിയിരുന്നില്ല ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്ന്. ഈ തളിപ്പറമ്പിലെ പാർട്ടിക്കാർക്കിടയിൽ വലിയൊരു വികാരം രൂപപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, എല്ലാ നേതാക്കളും ഉന്നത ബന്ധമുള്ള ആളാണ്, തന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളാണ്. ആ ഗോവിന്ദൻ രംഗത്ത് വരുമ്പോൾ സെക്രട്ടേറിയറ്റിലടക്കം ജില്ലയിലെ മുഴുവൻ സഖാക്കൾക്കും ഗോവിന്ദനെതിരെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. എവിടെ ചെന്നാലും ഗോവിന്ദൻ ആളുകളെ അറിയാം. മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഗോവിന്ദനാണ്. ഗോവിന്ദൻ നേരിട്ട് പറഞ്ഞാൽ വോട്ട് ചെയ്തിരിക്കുന്ന സഖാക്കൾക്ക് കഴിയില്ല. മാത്രമല്ല പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ്, താൻ കോൺഗ്രസിലേക്ക് പോകുന്നില്ല, പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ്. പാർട്ടി അല്ലെങ്കിൽ പിണറായിയുടെയും ഗോവിന്ദൻ മാസ്റ്ററുടെയും കൈകളിൽ പാർട്ടി ഞെരിഞ്ഞമരും എന്ന ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ഗോവിന്ദൻ രംഗത്തിറങ്ങുമ്പോൾ CPM-ന് ആശങ്ക വരികയാണ്. CPM വർഗവഞ്ചകൻ എന്നൊക്കെ വിളിച്ച് രംഗത്ത് വന്ന് സംരക്ഷണം ഒരുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. കാരണം അണികൾക്കിടയിൽ വലിയ ചലനം ഉണ്ടായിരിക്കുകയാണ്. അണികൾ ശരിയാണ്, ഗോവിന്ദൻ മത്സരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞവർ പോലും CPM-നെ തിരുത്താൻ മറ്റു വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ പാർട്ടി കൈവിട്ടു പോകും. അതുകൊണ്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഇക്കൊരു പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പാർട്ടിക്ക് ഒരു പാഠം പഠിപ്പിക്കണം. നേതാക്കന്മാർ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാർട്ടി ഇല്ലാതാക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധമായി ഇത് രൂപപ്പെടണം എന്ന് കൃത്യമായി പറയുകയാണ്. മാത്രമല്ല ശ്യാമള ഉണ്ടാക്കിയിരിക്കുന്ന തലവേദന, ആന്തൂർ സാജന്റെ മരണം ശ്യാമള മൂലമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇറങ്ങുമ്പോൾ പാർട്ടിക്കാർ ആശങ്കയിലാണ്, പാർട്ടി നേതൃത്വം ആശങ്കയിലാണ്. കാരണം ഈ ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നവരാണ് ആ തളിപ്പറമ്പ് മണ്ഡലത്തിൽ കൂടുതൽ സഖാക്കളും. ഗോവിന്ദനെതിരെ നോ പറയാനോ ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ച് വെട്ടാനോ ഒന്നും ആരും തയ്യാറല്ല. വല്ല ഗുണ്ടകളെ മറക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിനുള്ള ധൈര്യം അവർക്കില്ല. ഗോവിന്ദൻ ആക്രമിക്കപ്പെട്ടാൽ ഗോവിന്ദന് സഹതാപം കൂടുമെന്ന് CPM-ന് അറിയാം. അതുകൊണ്ടാണ് പരമാവധി ഗോവിന്ദനെ ആക്രമിക്കാതെ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിയാൽ അത് TP ചന്ദ്രശേഖരനെ പിന്തുണച്ചവരെ അവസ്ഥയുണ്ടാവും. നമുക്കറിയാം ഒഞ്ചിയത്ത് സംഭവിച്ചത് എന്താണെന്ന്. ഒഞ്ചിയത്ത് CPM-കാർ കൂട്ടത്തോടുകൂടി പാർട്ടി വിട്ട സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യമാണ് തളിപ്പറമ്പിൽ രൂപപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തളിപ്പറമ്പിൽ CPM അപ്രസക്തമാകുമെന്നൊരു സാഹചര്യമുണ്ട്. PK ശ്യാമള തോറ്റേക്കും, ഗോവിന്ദൻ UDF-ന്റെ കൂടി പിന്തുണയോടെ ജയിച്ചേക്കും എന്നത് CPM-ന് ഉറക്കം കെടുത്തുന്നു. പയ്യന്നൂരിൽ തെറ്റിതിരുത്താൻ അവസരം കിട്ടിയപ്പോൾ അതിന് വഴങ്ങാതിരുന്നതിന്റെ ശിക്ഷയാണെന്ന് തിരിച്ചറിയുന്നവരുമുണ്ട്. പയ്യന്നൂരിൽ മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് അടിച്ചുമാറ്റി എന്ന് കുഞ്ഞികൃഷ്ണൻ എന്ന സഖാവ് പറയുന്നു. കുഞ്ഞികൃഷ്ണനും ഈ ഗോവിന്ദനെ പോലെ തന്നെ അവിടെ ഏറ്റവും ജനപ്രിയനായ ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. കുഞ്ഞികൃഷ്ണൻ യുദ്ധവുമായി രംഗത്തിറങ്ങുന്നു. കുഞ്ഞികൃഷ്ണൻ അടിച്ചൊതുക്കാൻ നീക്കം നടത്തുന്ന പക്ഷം നീക്കമൊന്നും വിജയിക്കുന്നില്ല. കുഞ്ഞികൃഷ്ണൻ അവിടെ മത്സരിക്കുകയാണ്. ആ കൊടുങ്കാറ്റാണ് തളിപ്പറമ്പിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും മറുവശത്ത് ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കുമ്പോൾ രണ്ടിടത്തും സഖാക്കളുടെ വോട്ട് അവർക്ക് കിട്ടുമോ, അങ്ങനെ പാർട്ടി കോട്ടകൾ വീഴുമോ എന്ന് പേടി CPM-നെ അലട്ടുകയാണ്. പയ്യന്നൂരും തളിപ്പറമ്പും പോയാൽ ഭരണം പോകുന്നത് പോലെയല്ല. ഭരണം പോയാൽ പിടിച്ചു നിൽക്കാം, എന്നാൽ പയ്യന്നൂരും തളിപ്പറമ്പും പോയാൽ CPM-ന്റെ കോട്ട വീഴുന്ന തുല്യമാകും. അതിനോടൊപ്പം തൃക്കരിപ്പൂർ കൂടി പോയാൽ CPM-ന്റെ കോട്ട തകർന്നു വീഴുന്നതിന് തുല്യമാകും. അങ്ങനെ കോട്ട വീണാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടാൽ പാർട്ടി സഖാക്കൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുമെന്ന ആശങ്ക CPM-നുണ്ട്. അതാണ് ഇപ്പോൾ പാർട്ടിയുടെ ഉറക്കം കെടുത്തുന്നത്. ഭരണം നഷ്ടപ്പെട്ടാൽ അത് പണ്ടുണ്ട്.
കുഴപ്പമില്ല. എന്നാൽ ഈ പയ്യന്നൂരും തളിപ്പറമ്പും തൃക്കരിപ്പൂരും അടക്കം CPM-ന്റെ കോട്ട വീണാൽ പിന്നെ പാർട്ടി ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം അടിമകളായ പാർട്ടിക്കാർ സ്വപ്നം കാണുന്നത് എല്ലാവരുടെയും പാർട്ടി ഗ്രാമം ഉണ്ടാവും, പാർട്ടി മാത്രം ഭരിക്കുന്ന കാലം ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ തട്ടിപ്പാണ്. നേതാക്കൾ അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി, അവർക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള വഴിയാണ്. ഈ തിരിച്ചറിവ് CPM-ന് ഉറക്കം കെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകാൻ പോകുന്ന CPM-ന്റെ 4 കോട്ടകളാവും. തളിപ്പറമ്പും പയ്യന്നൂരും തൃക്കരിപ്പൂരും അമ്പലപ്പുഴയും. ഈ 4 കോട്ടകൾ വീണാൽ CPM വീണു എന്നാണ് അർത്ഥം. ഭരണം നഷ്ടപ്പെടുന്നതിനേക്കാൾ ആഘാതം ഈ 4 കോട്ടകൾ തകർന്നു വീഴുന്നതാണ്. അങ്ങനെ വന്നാൽ CPM അണികളൊക്കെ ചാടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. CPM തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. CPM നിലവിളിക്കുന്നതും ആശങ്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്.